എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. സുഖത്തേക്കാളേറെ സന്തോഷം എന്ന് എന്നെ പറയാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയം 1100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 1.1K. അതിൻ്റെ സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, വെറും 1000 ആയതിനൊക്കെ ഇത്രയും സന്തോഷിക്കണമെന്ന്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് ഇന്നത്തെ വിഷയം വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് ഉണ്ടാക്കുക എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ A4 വൈറ്റ് പേപ്പർ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ആ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ ഷീറ്റിലുള്ള പേപ്പർ എടുത്തത്. സാധാരണ നോട്ട്ബുക്കിലെ പേപ്പേഴ്സിനേക്കാളും A4 ഷീറ്റാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാമേ. ഇനി ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കാനുള്ളത്, ഓരോ കളങ്ങളും 1.5 സെന്റിമീറ്റർ വിട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ പാറ്റേണിന്റെ തന്നെ 2 കളങ്ങൾ വരയ്ക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ വാഷി ടേപ്പ് കിട്ടുള്ളൂ. പിന്നെ ഇതിനെല്ലാം വെട്ടിയെടുത്ത് ഒരേപോലത്തെ 2 കളേഴ്സിന്റെ അറ്റം തമ്മിൽ ഗം വെച്ച് ഒട്ടിച്ച് പിന്നെ നമ്മളൊരു പേപ്പർ റോളിന് ചുറ്റും ചുറ്റി ടേപ്പിന്റെ ഷേപ്പിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പേപ്പർ റോളിന്റെ അറ്റത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഗം തേച്ച് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പർ സ്റ്റോപ്പർ വെച്ച് പേപ്പർ കൊണ്ടൊരു സ്റ്റോപ്പറിന്റെ മോഡലിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ റിങ് പോലെ നമ്മുടെ വാച്ചിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതുപോലത്തെ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഗമ്മാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ ഞാൻ ഇവിടെ സ്റ്റിക്കി നോട്ട്സ് വെട്ടി ഒട്ടിച്ചും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ കയ്യിലുള്ളത് വൈബ്രന്റ് കളേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ പേസ്റ്റൽ ഷെയ്ഡ്സ് യൂസ് ചെയ്ത ശരിക്കും വേറൊരു ലുക്ക് തന്നെ ഇതിന് വരും കേട്ടോ. പോൾക്കാ ഡോട്ട്സ്, സ്ട്രിപ്പ് ലൈൻസ്, ഇപ്പൊ നേരെയുള്ളത് തന്നെ വരയ്ക്കാം. പല പല പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന് ഞാൻ വലിയ റെഫറൻസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. പലതെന്നല്ല, ഒരു റെഫറൻസും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ റെഫറൻസ് പിൻട്രസ്റ്റ് നോക്കി എടുക്കാവുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 1000 ആയാലും എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയാൻ. എൻ്റെ പരിചയത്തിൽ എന്നെ പേഴ്സണലി അറിയാന്നുള്ള ഒരൊറ്റ സബ്സ്ക്രൈബേഴ്സ് പോലും എൻ്റെ ചാനലിനകത്ത് ഇല്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് ഒറ്റൊരു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയില്ല. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ 4 മാസം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു. അപ്പം ഞാൻ ഈ ജസ്റ്റ് റീൽസ് എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല, കാരണം അമ്മയുടെ കയ്യിൽ ഇപ്പോഴും സാധാരണ ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ അങ്ങനെ ആർക്കും അറിയില്ല. ആകെ എൻ്റെ വീട്ടിലുള്ള 2 കുട്ടികൾക്ക് മാത്രമാണ് അറിയാന്നുള്ളത്. അവർ പക്ഷെ നല്ല സപ്പോർട്ടീവാണ്. അവരെന്നും എടുത്തു വെച്ച് സ്റ്റുഡിയോ നോക്കും, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ നോക്കും. പക്ഷെ അവർക്കും അതിൻ്റെ ഈ കാര്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണ്, എന്തിനാണ് ചെയ്യുന്നത് എന്നൊന്നും അവർക്കും അറിയില്ല. പിന്നെ ഈ 4 മാസമൊക്കെ ഒരു കാര്യം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതത്ര ഈസി അല്ല. ഹൈഡ് മീൻസ് പബ്ലിക്കായിട്ടൊരു ഹൈഡ് അല്ല, എന്നാൽ തന്നെ നമ്മൾ പറയാതെ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ലൈഫിലെ എന്തോ മാണിക്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വിലപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനും ശ്രമിക്കണം. ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോകൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ലവ് യു ഓൾ.